ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആൽക്കമിസ്റ്റുകളുടെ പരീക്ഷണങ്ങളും അതുമൂലമുണ്ടായ രോഗങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഈ രോഗങ്ങൾ പിടിപെട്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ജനിതകശാസ്ത്രം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ കോഡ് കണ്ടെത്താനായിരുന്നു ആ പരീക്ഷണങ്ങളാൽ മനുഷ്യനെ രൂപാന്തരം പ്രാപിച്ച് വാമ്പയറുകൾ ജന്മമെടുത്തു. ഗർഭിണികൾക്ക് ഒരു പ്രത്യേക വൈറസ് പിടിപെട്ടാണ് വാമ്പയർ കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നത്. അങ്ങനെ ജനിച്ചിരുന്ന കുഞ്ഞുങ്ങളെ അവിടെയുണ്ടായിരുന്ന ഒരു പള്ളിയായിരുന്നു ഏറ്റെടുത്തിരുന്നത്. ആ വാമ്പയർ കുഞ്ഞുങ്ങളെ വൈദികർ ആത്മീയമായ നിർദ്ദേശങ്ങൾ നൽകിയായിരുന്നു വളർത്തിയിരുന്നത്. അതിനാൽ തന്നെ ആ വാമ്പയറുകൾ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു പോരാടിയിരുന്നത്. പള്ളിയിലേക്ക് എത്തുന്നവർ ദാനം ചെയ്തിരുന്ന രക്തമായിരുന്നു ആ വാമ്പയറുകൾ കുടിച്ചിരുന്നത്. അങ്ങനെ വാമ്പയറുകൾ വൈദികരായി മാറി ദീർഘകാലമായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. അങ്ങനെ ഏറെ കാലങ്ങൾക്ക് ശേഷം ആ ഒരു സ്ത്രീയിൽ നിന്ന് വീണ്ടും ഒരു വാമ്പയർ കുഞ്ഞ് ജനിക്കുകയാണ്. വാമ്പയർമാരായ വൈദികർ അവനെ എഡ്ഗർ എന്ന പേരു നൽകി. അതേ സ്ത്രീ തന്നെ മുൻപ് പ്രസവിച്ചിരുന്ന അവൻ്റെ ചേട്ടനായ സിലസ് എന്ന വാമ്പയറും ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 100 വർഷങ്ങൾ കടന്നുപോയി. വാമ്പയറുകൾക്ക് മരണമില്ലാത്തതിനാൽ 100 വർഷങ്ങൾക്കപ്പുറം സിലസ് ഒരു യുവാവാണ്. ആ ഒരു രാത്രിയിൽ സിലസ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്ന ശബ്ദം കേൾക്കാനിടയാവുകയാണ്. വാമ്പയറുകളുടെ നിയമങ്ങൾ മറന്ന് ആ സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നത് എഡ്ഗറായിരുന്നു. ഇക്കാര്യം മനസ്സിലാക്കിയ സിലസ് തൻ്റെ അനിയനായ എഡ്ഗറിനു നേരെ നിറയൊഴിച്ചെങ്കിലും എഡ്ഗർ രക്ഷപ്പെട്ടു. സിലസ് സീനിയർ പുരോഹിതനും വാമ്പയറുമായ അഗസ്റ്റസിനോട് എഡ്ഗറിനെ പിടികൂടാൻ ഞാൻ മനുഷ്യ പോലീസിനെ സഹായിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അഗസ്റ്റസ് അത് നിഷേധിച്ചു. കാരണം ആളുകൾ പരിഭ്രാന്തരാകും എന്നുള്ള ഭീതി മൂലം അയാൾ എഡ്ഗറിൻ്റെ കൊലപാതകങ്ങളെല്ലാം മൂടിവയ്ക്കുകയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എഡ്ഗർ ഒരാൾ മൂലം ആളുകൾ എല്ലാ വാമ്പയറുകളെയും വെറുക്കും. നഗരത്തിൽ രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനുള്ള വാക്സിനുകൾ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ സൗജന്യമായി നൽകുന്ന വാക്സിനുകൾ മറച്ചു വിൽക്കാനായി കുറ്റവാളികൾ മോഷ്ടിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് ഈ ഒരു രോഗം മൂലം ഭർത്താവും മകളും മരണമടഞ്ഞ ലില്ലി എന്ന പോലീസ് ഉദ്യോഗസ്ഥയെയാണ്. ലില്ലി തൻ്റെ സഹപ്രവർത്തകനായ ജോൺസിൻ്റെ കൂടെ ഒരു കുറ്റവാളിയുടെ വീട് റെയ്ഡ് ചെയ്യുകയാണ്. അയാളുടെ വീടിൻ്റെ നിലവറയിൽ അസുഖം പിടിപെട്ട നിരവധി രോഗികളെ പൂട്ടിയിട്ട നിലയിൽ അവൾ കണ്ടെത്തി. അതോടെ അവർ ആ കുറ്റവാളിയെ ചോദ്യം ചെയ്യുകയും അയാൾ ഒളിപ്പിച്ചിരുന്ന വാക്സിനുകൾ കണ്ടെത്തുകയും ചെയ്തു. ഈ സമയത്ത് ആ ക്രിമിനൽ ഒരു വക്കീലിനെ ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട് ലില്ലി ദേഷ്യത്തോടെ അയാളെ മർദ്ദിച്ചു. അങ്ങനെയിരിക്കെ എഡ്ഗർ ഒരു യുവതിയുടെ ചോര കുടിക്കുന്ന കാഴ്ച അതുവഴി വന്നൊരു കുട്ടി കാണാനിടയായി. ഉടൻ തന്നെ എഡ്ഗർ ചുമരിലൂടെ കയറി മേൽക്കൂരകൾ വഴി രക്ഷപ്പെട്ടു. അതുവഴി പോയൊരു മധ്യവയസ്കൻ അത് ചെയ്തത് ആ കുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചു. കുട്ടി താൻ കണ്ട കാര്യങ്ങൾ അയാളോട് വെളിപ്പെടുത്തി. അങ്ങനെ ലില്ലി അടക്കമുള്ള പോലീസ് അവിടേക്കെത്തി. ചാനലുകാർ ഇത് ചെയ്തത് വാമ്പയറുകളാണോ എന്നുള്ള അഭ്യൂഹത്തോടെ ലില്ലിയോട് ചോദ്യങ്ങൾ ചോദിച്ചു. മൃതദേഹം പരിശോധിച്ചതോടെ ഇതിനു പിന്നിൽ വാമ്പയർ തന്നെയാണെന്ന് ലില്ലിക്ക് ബോധ്യമായി. പിന്നീട് ലില്ലി കുട്ടിയിൽ നിന്നും അവൻ കണ്ട വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ആളുകൾ ഭയപ്പെടുമെന്നുള്ളതിനാൽ ഇതിനു പുറകിൽ വാമ്പയറാണെന്ന് മറ്റാരും അറിയേണ്ടെന്ന് ലില്ലി തൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു. ഈ രംഗങ്ങളെല്ലാം സൈലസ് ദൂരെ നിന്നും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ലില്ലി ആ പ്രദേശത്തുണ്ടായിരുന്ന കുറച്ച് ആളുകളെയെല്ലാം പിന്നീട് ക്വാറന്റീനിലാക്കി. പുതിയൊരു അസുഖം പടർന്നു പിടിച്ചുവെന്നാണ് ലില്ലിയും കൂട്ടരും യുവതിയുടെ മരണത്തെക്കുറിച്ച് പുറം ലോകത്തോട് പറഞ്ഞിരുന്നത്. മാത്രവുമല്ല, സത്യങ്ങൾ പുറത്താകാതിരിക്കാനായി ലില്ലിയോട് ചോദ്യം ചോദിച്ചിരുന്ന മാധ്യമപ്രവർത്തകയെ അവൾ അറസ്റ്റ് ചെയ്തു വെച്ചിരിക്കുകയുമാണ്. 2 ദിവസത്തിൽ കൂടുതൽ ആ മാധ്യമപ്രവർത്തകയെ നമുക്ക് തടങ്കലിൽ വയ്ക്കാനാവില്ലെന്ന് ലില്ലിയുടെ സീനിയർ ഓഫീസർ അവളെ അറിയിച്ചു. അതിനാൽ തന്നെ എത്രയും വേഗം കൊലപാതകിയായ വാമ്പയറിനെ ലില്ലിക്ക് പിടികൂടേണ്ടതുണ്ട്. ലില്ലിയെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് വാമ്പയറുകളുടെ കൂട്ടായ്മ പോലീസിനെ സഹായിക്കാനായി സിലസിനെ അവിടേക്ക് അയച്ചു. സിലസിനെ സ്റ്റേഷനിലുണ്ടായിരുന്നവർ ആരാധനയോടെയാണ് കണ്ടിരുന്നത്. സിലസ് എഡ്ഗറിൻ്റെ വിവരങ്ങളടങ്ങിയ ഒരു ഫയൽ ലില്ലിക്ക് കൈമാറി. എഡ്ഗർ ചെയ്ത കുറ്റകൃത്യങ്ങൾ വാമ്പയറുകളുടെ കൂട്ടായ്മ മറച്ചുവെച്ചതിൻ്റെ പേരിൽ ലില്ലി സിലസിനോട് ദേഷ്യപ്പെട്ടു. എഡ്ഗറെ പിടികൂടാനായി വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ടീമിനെ ലില്ലി തിരഞ്ഞെടുത്തു. സിലസ് എഡ്ഗറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ
അവർക്ക് പറഞ്ഞു കൊടുത്തു. 3 ആഴ്ച മുൻപ് വരെ എഡ്ഗർ ബ്രദർഹുഡ് എന്ന ഞങ്ങളുടെ സംഘടനയിലെ ശാസ്ത്രജ്ഞനായിരുന്നു. അവനൊരു വൈറസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 20കളുടെ തുടക്കത്തിൽ അവൻ 3 സ്ത്രീകളെ കൊലപ്പെടുത്തിയിരുന്നു. അടുത്തതായി താൻ ആളുകളെ കൊലപ്പെടുത്താൻ പോകുന്ന സ്ഥലം എഡ്ഗർ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് സിലസ് പോലീസുകാരെ അറിയിച്ചു. അങ്ങനെ ലില്ലിയുടെ ടീമും സിലസും ചേർന്ന് എഡ്ഗറിനെ പിടികൂടാനായി വലവിരിക്കുകയാണ്. എന്നാൽ ഏവരുടെയും കണ്ണുവെട്ടിച്ച് എഡ്ഗർ അവിടെയുണ്ടായിരുന്നൊരു യുവതിയുടെ വീടിൻ്റെ വെന്റിലേറ്ററിലേക്കെത്തി. തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന യുവാവ് പോകുന്നതുവരെ എഡ്ഗർ അവിടെ കാത്തിരിക്കുകയാണ്. എഡ്ഗർ ആ യുവതിയെ കൊലപ്പെടുത്തുന്ന ശബ്ദം അവിടെ പട്രോളിംഗ് നടത്തിയിരുന്ന പോലീസുകാർ കേൾക്കുകയും അവരിക്കാര്യം ഏവരെയും അറിയിക്കുകയും ചെയ്തു. ജനാലയിൽ രക്തം ചിതറിത്തെറിക്കുന്ന കാഴ്ച സിലസും കണ്ടിരുന്നു. ലില്ലിയുടെ ടീം അവിടേക്ക് പാഞ്ഞെത്തിയെങ്കിലും അപ്പോഴേക്കും അവർക്ക് വിവരം നൽകിയിരുന്ന പോലീസുകാരെ എഡ്ഗർ കൊലപ്പെടുത്തിയിരുന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവിടെയുണ്ടായിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്ന ആ യുവാവിനെയും എഡ്ഗർ കൊന്നുകളഞ്ഞിരുന്നു. ഉടനെ എഡ്ഗർ ലില്ലിയെ പിടികൂടി അവളുടെ രക്തം ഊറ്റിക്കുടിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ലില്ലിയെ അന്വേഷിച്ച് ജോൺസ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതോടെ എഡ്ഗർ ഓടിപ്പോയി. പിന്നീട് അവിടേക്കെത്തിയ സൈലസ് ലില്ലിയെ രക്ഷിക്കാനായി തൻ്റെ രക്തം അവൾക്ക് നൽകി. പിന്നീട് സിലസ് തൻ്റെ ശ്രവണശക്തി ഉപയോഗിച്ച് എഡ്ഗറിനെ പിന്തുടരുകയാണ്. ഉടനെ എഡ്ഗർ സിലസിന് നേരെ ചാടി വീണു. ഇത് കണ്ട് ജോൺസ് അവന് നേരെ നിറയൊഴിക്കുകയാണ്. അതോടുകൂടി എഡ്ഗർ ഓടിമാറി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഉടൻ തന്നെ സിലസ് എഡ്ഗറിനെ മയക്കുവെടി വെച്ച് വീഴ്ത്തി. ജോൺസ് എഡ്ഗറിനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും സിലസ് അതിനു സമ്മതിച്ചില്ല. അങ്ങനെ സിലസ് എഡ്ഗറിനെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പിറ്റേന്ന് ലില്ലി ഹോസ്പിറ്റലിൽ എഡ്ഗറിനെ കുറിച്ചുള്ള ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരുകയാണ്. ഒരു സമയത്ത് സൈലസ് അവളെ സന്ദർശിച്ചിരുന്നു. തിരികെ പോകുന്ന സമയത്ത് സിലസ് ജോൺസിനെ കണ്ടിരുന്നു. എഡ്ഗർ മരിച്ചെന്ന വാർത്തയുള്ള ഒരു പേപ്പർ ജോൺസ് സിലസിനെ കാണിച്ചു. പിന്നീട് സിലസ് പള്ളിയിലേക്ക് ചെന്ന് അഗസ്റ്റസിനെയും എഡ്ഗറെ ചികിത്സിച്ചിരുന്ന ഡോക്ടറെയും കാണുകയാണ്. ചികിത്സയുടെ ഭാഗമായി എഡ്ഗറിനെ ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ എഡ്ഗർ രഹസ്യമായി വികസിപ്പിച്ചെടുത്ത വൈറസ് പരീക്ഷിച്ചിരുന്ന ഒരു യുവതിയുമുണ്ടായിരുന്നു. അവൾ ഒരു ഭ്രാന്തിയെ പോലെയാണ് കാണപ്പെട്ടിരുന്നത്. വാമ്പയറുകളുടെ ജനനം കുറഞ്ഞു. 70 വർഷമായി പെൺ വാമ്പയറുകൾ ജനിച്ചിട്ടുമില്ല. കൂടുതൽ വാമ്പയറുകളെ ജനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എഡ്ഗർ ആ ഒരു വൈറസ് വികസിപ്പിച്ചെടുത്തിരുന്നത്. ആ വൈറസ് ഉപയോഗിച്ച് ഗർഭിണികളായ യുവതികളുടെ കുഞ്ഞുങ്ങളെ വാമ്പയർ കുഞ്ഞുങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് ആ വൈറസ് എഡ്ഗറിനെയും ബാധിക്കുകയായിരുന്നു. അങ്ങനെയാണ് എഡ്ഗർ ക്രൂരത കാണിക്കുന്ന ഭ്രാന്തനായി മാറിയത് എന്ന് ഡോക്ടർ സിലസിനെ അറിയിച്ചു. പിന്നീട് സിലസ് എഡ്ഗറിനെ സന്ദർശിച്ചു. നിനക്ക് ലില്ലിയോട് പ്രേമമാണോ എന്നും ചോദിച്ചുകൊണ്ട് എഡ്ഗർ സിലസിനെ പരിഹസിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ ലില്ലി ജോൺസിൻ്റെ കൂടെ അപകടകരമായ മറ്റൊരു ഓപ്പറേഷനിൽ പങ്കെടുക്കുകയാണ്. ആ ഓപ്പറേഷനിലൂടെ അവൾ വിൽക്കാനായി അക്രമികൾ കൊണ്ടുവന്നിരുന്ന ഒരുപാട് പെൺകുട്ടികളെ രക്ഷിച്ചിരുന്നു. പള്ളിയിൽ ചികിത്സയിലായിരുന്ന എഡ്ഗറിൻ്റെ നിയന്ത്രണങ്ങൾ കുറച്ചെങ്കിലും അവനെ ഒരു ഇരുമ്പറയ്ക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ തടവറയിലുണ്ടായിരുന്ന ചില്ലുജാലകത്തിലൂടെ സെക്യൂരിറ്റി ഗാർഡുകൾ സദാസമയവും അവനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ സിലസ് ലില്ലി അറിയാതെ അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സിലസിനെ കർദിനാളാക്കാനുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഒരു സമയത്ത് എഡ്ഗർ കാവൽ നിന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡുകളെ കൊലപ്പെടുത്തിയിരുന്നു. ഡോക്ടറുമായി സംസാരിക്കുകയാണെന്നുള്ള വ്യാജേന എഡ്ഗർ ആ കെട്ടിടത്തിൻ്റെ ഭൂപടം മനസ്സിലാക്കി. പിന്നീട് എഡ്ഗർ അവിടെയുണ്ടായിരുന്ന ചില്ലജാലകം തകർത്ത് മറ്റൊരു കാവൽക്കാരനെ കൂടി കൊലപ്പെടുത്തി. ശേഷം എഡ്ഗർ അവനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറെയും ക്രൂരമായി കൊന്നുകളയുകയാണ്. അവിടേക്ക് പാഞ്ഞെത്തിയ കാവൽക്കാരെയെല്ലാം എഡ്ഗർ നിമിഷങ്ങൾക്കകം തന്നെ വകവരുത്തി. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും വഴി അവൻ അവിടെയുണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റിനെയും കൊലപ്പെടുത്തിയിരുന്നു. തൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞ് മടങ്ങിയെത്തിയ സിലസ് എഡ്ഗർ ചെയ്തിരുന്ന കൂട്ടക്കൊലകൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പിറ്റേ ദിവസം ഒരു സ്ത്രീ സഹായത്തിനായി കരയുന്ന കാഴ്ച ലില്ലി കാണാനിടയാവുകയാണ്. ലില്ലി അവരുടെ നേരെ തോക്കു ചൂണ്ടി ആ സ്ത്രീയെ ആക്രമിക്കുമെന്നും പറഞ്ഞ് അയാൾ ലില്ലിയെ ഭീഷണിപ്പെടുത്തി. ഉടനെ എഡ്ഗർ ലില്ലിയുടെ ദേഹത്തേക്ക് ചാടി വീഴുകയും അവളെ പിടികൂടുകയുമാണ്. അവളെ പിടികൂടാനുള്ള
എഡ്ഗറിൻ്റെ ഒരു കെണിയായിരുന്നു അത്. പിന്നീട് എഡ്ഗർ തൻ്റെ രക്തം ലില്ലിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അവനെ സഹായിച്ചിരുന്ന ഫ്രെഡിക്കും തൻ്റെ രക്തം പകർന്നു നൽകിയിരുന്നു. ശേഷം എഡ്ഗർ ലില്ലിയെ വിട്ടയച്ചു. അതോടുകൂടി രാത്രിയിൽ സിലസും ജോൺസും ലില്ലിക്ക് കാവൽ നിൽക്കാൻ ആരംഭിച്ചു. വേമ്പയറായിരുന്നെങ്കിലും സിലസിൻ്റെ മനസ്സിൽ ലില്ലിയോട് ഇഷ്ടം തോന്നി തുടങ്ങി. താൻ അവളെ ചുംബിക്കുന്നതായി സിലസ് സ്വപ്നം കണ്ടു. ഒരു സമയത്ത് ജോൺസ് അവിടേക്ക് എത്തിയിരുന്നു. അതേ നേരം എഡ്ഗറും ലില്ലിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിക്കൂടിയിരുന്നു. ഇക്കാര്യം മനസ്സിലാക്കി സിലസ് അവനായുള്ള അന്വേഷണം ആരംഭിച്ചു. ജനാലയ്ക്ക് പുറകിൽ എന്തോ ഒന്ന് നീങ്ങുന്നതായി കണ്ട് ലില്ലി അവിടേക്ക് ചെന്നു. ഉടനെ ജനൽ തകർത്ത് എഡ്ഗർ ലില്ലിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവളെ രക്ഷിക്കാനെത്തിയ സിലസിനെ എഡ്ഗർ താഴേക്ക് തള്ളിയിട്ടു. താഴെ വീഴാതിരിക്കാനായി ലില്ലി അവിടെ ഉണ്ടായിരുന്നൊരു പൈപ്പിൽ മുറുകെ പിടിച്ചു. താഴെ വീണ സിലസിനെ ബോധം വരുമ്പോഴേക്കും ലില്ലിയെയും കൂട്ടി എഡ്ഗർ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. എഡ്ഗർ അവളെയും കൊണ്ട് തൻ്റെ ഒളിത്താവളത്തിലേക്കാണ് പോയിരുന്നത്. എനിക്കും നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിരുന്ന യുവതിക്കും എന്തോ അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന് അവനെ സഹായിച്ചിരുന്ന ഫ്രെഡി എഡ്ഗറിനോട് പറഞ്ഞു. എന്നാൽ ഇതൊന്നും എഡ്ഗർ ചെവി കൊണ്ടിരുന്നില്ല. അതോടെ ഫ്രെഡിക്ക് ദേഷ്യം വന്നു. ഇത് കണ്ട് എഡ്ഗർ കോപാകുലനാവുകയും ഹൃദയം പറിച്ചെടുത്തുകൊണ്ട് അവൻ ഫ്രെഡിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് എഡ്ഗർ അവിടെ ബന്ധനസ്ഥയാക്കി വെച്ചിരുന്ന യുവതിയെ എൻ്റെ രക്തം ലോകത്തെ മാറ്റും എന്നൊരു കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് നഗരത്തിൽ ഉപേക്ഷിച്ചു. പിറ്റേന്ന് ആ യുവതിയെ അധികൃതർ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവൾ വളരെ അക്രമാസക്തവും ഭ്രാന്തമായ രീതിയിലുമാണ് അവിടെ പെരുമാറിയിരുന്നത്. മണിക്കൂറുകൾക്കകം തന്നെ സമാന രീതിയിലുള്ള കൂടുതൽ കേസുകൾ പ്രത്യക്ഷപ്പെട്ടു. അതോടെ എഡ്ഗർ തൻ്റെ വൈറസ് മനഃപൂർവ്വം പകർത്തുകയാണെന്ന് സിലസും കൂട്ടരും തിരിച്ചറിഞ്ഞു. ആശുപത്രികൾ നിറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി. ഇത് വാമ്പയർ ആക്രമണമാണെന്ന് ഇനിയും മറച്ചുവെക്കാൻ അധികാരികൾക്ക് സാധിക്കുകയില്ല. അങ്ങനെ സർക്കാർ അസുഖം പടരുകയാണെന്നും പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും പട്ടാള ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. കർഫ്യൂ ലംഘിച്ച് പുറത്തിറങ്ങുന്നവരെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തി. എന്താണ് തന്നെ കൊല്ലാത്തതെന്ന് ലില്ലി എഡ്ഗറിനോട് ചോദിച്ചു. നീ വഴി സിലസിനെ അസുഖം പടരാൻ വേണ്ടിയാണെന്ന് എഡ്ഗർ അവൾക്ക് മറുപടി നൽകി. എഡ്ഗർ കണ്ടുപിടിച്ചിരുന്ന ആ ഒരു വൈറസിനെ ഏവരെയും ഭ്രാന്തന്മാരാക്കാനായി സാധിക്കും. പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പള്ളിക്ക് ചുറ്റിലും തടിച്ചുകൂടി. സിലസ് എഡ്ഗറിനെ പിടികൂടാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അഗസ്റ്റ്യസ് അത് തടയുകയാണ്. അതേസമയം സർക്കാർ കടുത്ത തീരുമാനങ്ങൾ എടുത്തിരുന്നു. രോഗബാധിതരേറെയുള്ള എഡ്ഗർ ഒളിച്ചിരുന്നിരുന്ന പ്രദേശം കത്തിച്ച് ചാമ്പലാക്കുക എന്നുള്ളതായിരുന്നു അത്. അങ്ങനെ സർക്കാരിന് എഡ്ഗറിനെയും അണുബാധയെയും ഇല്ലാതാക്കാനായി സാധിക്കും. അത് നിരപരാധികളായ ലില്ലി ഉൾപ്പെടെയുള്ള നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തുമെന്ന് സിലസിന് അറിയാമായിരുന്നു. അതിനാൽ തന്നെ സിലസ് അഗസ്റ്റസിൻ്റെ വാക്കുകൾ ലംഘിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സിലസ് ലില്ലിയുടെ സഹപ്രവർത്തകനായ ജോൺസിൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. ആദ്യം ജോൺസ് സിലസിനെ സഹായിക്കാൻ തയ്യാറായില്ലെങ്കിലും സിലസ് അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. എഡ്ഗറിൻ്റെ സംസാരത്തിൽ നിന്നും അവൻ കുടിവെള്ളത്തിൽ രക്തം കലർത്താൻ പോകുന്നതായി സിലസിന് സൂചന ലഭിച്ചിരുന്നു. ഇതേസമയം ആവട്ടെ എഡ്ഗർ നഗരത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ ടാങ്കിൽ തൻ്റെ രക്തം കലർത്തിയിരുന്നു. ജോൺസന്റെ കയ്യിലുണ്ടായിരുന്ന മാപ്പ് നോക്കി ജലവിതരണ കേന്ദ്രം എവിടെയാണെന്ന് സിലസ് മനസ്സിലാക്കി. അവിടേക്ക് പോകാനായി സിലസ് പട്ടാളക്കാരുടെ കണ്ണുവെട്ടിച്ച് നഗരത്തിലേക്ക് ഇറങ്ങി. തെരുവിൽ മരണമടഞ്ഞ നിരവധി പേരുടെ മൃതശരീരങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. തെരുവിൽ മൃതദേഹങ്ങൾ പരിപാലിച്ചിരുന്ന അർപ്പണബോധമുള്ളൊരു യുവാവിനെ സിലസ് കാണാനിടയായി. അയാളിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സിലസ് ജലവിതരണ കേന്ദ്രത്തിലേക്കെത്തി. ഇക്കാര്യം മനസ്സിലാക്കിയ എഡ്ഗർ ലില്ലിയുടെ പക്കൽ നിന്നും സിലസിനെ തിരഞ്ഞു പോവുകയാണ്. അതോടെ ലില്ലി ചുമരിൽ ചവിട്ടി തന്നെ കെട്ടിയിട്ടിരുന്ന പൈപ്പിൽ നിന്നും മോചിതയാവാനായി ശ്രമിക്കുകയാണ്. അവൾ ചുമരിൽ ശക്തമായി ചവിട്ടുന്ന ശബ്ദം സിലസും കേട്ടിരുന്നു. ഈ ഒരു സമയത്ത് ഓടിമാറിയിരുന്ന രോഗബാധിതയായൊരു യുവതിയെ കണ്ട് സിലസ് അവൾക്ക് പുറകെ ചെല്ലുകയാണ്. ഉടനെ എഡ്ഗർ പുറകിൽ നിന്നും സിലസിൻ്റെ ശരീരത്തിലേക്ക് ചാടി വീഴുകയാണ്. അതോടുകൂടി രണ്ടുപേരും താഴേക്ക് പതിച്ചു. ഇതേസമയം രോഗബാധിതയായ സ്ത്രീ ലില്ലിയുടെ ചോര കുടിക്കാനായി അവളുടെ പക്കലേക്ക് ചെല്ലുകയാണ്. ഭാഗ്യവശാൽ
ആ സ്ത്രീ അടുത്തെത്തുമ്പോഴേക്കും ലില്ലിക്ക് തന്നെ ബന്ധിച്ചിരുന്ന പൈപ്പ് തകർത്ത് മോചിതയാവാനായി സാധിച്ചിരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങ് ഉപയോഗിച്ച് പിന്നീട് ലില്ലി അസുഖബാധിതയായ ആ യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഇതേസമയം എഡ്ഗർ സിലസിനെ മർദ്ദിച്ച് അവശനാക്കി അവനെ തൻ്റെ രക്തം നൽകാനൊരുങ്ങുകയായിരുന്നു. തക്ക സമയത്ത് അവിടേക്കെത്തിയ ലില്ലി പുറകിൽ നിന്നും തലയിലേക്ക് കുത്തി എഡ്ഗറിനെ കൊലപ്പെടുത്തി. ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഈ ഒരു സമയത്ത് സിലസ് ലില്ലിയെ ചുംബിച്ചിരുന്നു. ശേഷം കാണിക്കുന്നത് രോഗിയായ തൻ്റെ സഹോദരി പ്രസവിച്ച പെൺ വാമ്പയർ കുഞ്ഞിനൊപ്പം ഇരിക്കുന്ന ഒരു യുവാവിനെയാണ്. ഈ ഒരു കാഴ്ച ലില്ലി കാണാനിടയായി. പ്രസവത്തോടെ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. ആദ്യമായാണ് ഒരു പെൺ വാമ്പയർ ജനിക്കുന്നത്. ആ കുഞ്ഞിനെ ബ്രദർഹുഡ് എന്ന വാമ്പയർ കൂട്ടായ്മയ്ക്ക് കൈമാറാതെ രഹസ്യമായി വളർത്താമെന്ന് ലില്ലി തീരുമാനിച്ചു. ഇതിനോടകം തന്നെ സിലസ് മതഭ്രാന്തനാണെന്ന് മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. ലില്ലി ആ കുഞ്ഞിനെ വളർത്തുന്ന കാഴ്ച സിലസ് ഒളിഞ്ഞിരുന്ന് വീക്ഷിക്കുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.